ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പുളിച്ച കഞ്ഞിവെള്ളം വെറും ഒരു സ്പൂൺ മാത്രം മതി നമ്മുടെ വീടിനകത്ത് പെറ്റുപെരുകൊണ്ടിരിക്കുന്ന എലി, പല്ലി, പാറ്റ എന്നിവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ സാധിക്കും. പല്ലിയും പാറ്റയൊക്കെ കൂട്ടത്തോടെ ചത്തൊടുങ്ങാനായിട്ട് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. പാറ്റയും പല്ലിയും ഒക്കെ ചത്തെടുക്കുന്നത് ലൈവായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് നല്ല പുളിച്ച കഞ്ഞോളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. തലേ ദിവസത്തെ നല്ല പഴം കഞ്ഞിവെള്ളം, കുറച്ച് കഞ്ഞിവെള്ളം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിഷമൊന്നും വെക്കാതെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള പല്ലിയെയും പാറ്റയും ഒക്കെ നശിപ്പിക്കാനുള്ള നല്ല അടിപൊളി മരുന്നാണ് കേട്ടോ കഞ്ഞിവെള്ളം. ഏകദേശം 1/4 കപ്പോളം കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം. എലിക്കും പല്ലിക്കും പാറ്റയ്ക്കും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് തേങ്ങ. അതിൻ്റെ ആ സ്മെല്ല് പിടിച്ച് എലിയും പാറ്റയും ഒക്കെ തീർച്ചയായിട്ടും ഇതിനടുത്തേക്ക് വരും. തേങ്ങാപ്പീരയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് 1.5 ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്ത സോപ്പ് പൊടി നന്നായിട്ട് അലിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ വീടിനകത്തുള്ള പല്ലി, പാറ്റ, എലി എന്നിവയെ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലാനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. സോപ്പ് പൊടി നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു ടോയ്ലറ്റ് ക്ലീനർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഹാർപ്പിക്കാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഹാർപ്പിക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈസോളോ ഡെറ്റോളോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. 1 ടീസ്പൂണോളം ഹാർപ്പിക്കാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. വീടിനകത്തെ ശല്യക്കാരായ എലീനെയും പല്ലീനെയും പാറ്റേനെയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊന്നൊടുക്കാനുള്ള നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2-3 കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് പകർന്നു വയ്ക്കാം. പല്ലിയും പാറ്റയൊക്കെ വന്ന് പെട്ടെന്ന് കുടിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള പരന്ന പ്ലേറ്റിൽ കുറച്ച് ഒഴിച്ചു വയ്ക്കാം. ഒരൊറ്റ നക്കിൽ പല്ലിയും പാറ്റയൊക്കെ ചത്ത് വീഴുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. കഞ്ഞിവെള്ളം മിക്സ് ഇത്രയും പാത്രങ്ങളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരല്പം ശർക്കരയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കുറച്ച് ശർക്കര ചീകിയെടുത്ത് നമുക്ക് ഈ മിക്സിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ശർക്കര ഇട്ടതിന് ശേഷം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ശർക്കര ഇതുപോലെ ഒന്ന് വിതറി കൊടുത്താൽ മാത്രം മതി. എലീനെയും പല്ലീനെയും പാറ്റേനെയൊക്കെ ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയുടെ ആ സ്മെല്ല് ഇവയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. എല്ലാ പാത്രങ്ങളിലും നമുക്ക് ശർക്കര ചീകിയിട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ വീടിനകത്ത് എവിടെയൊക്കെയാണോ പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഓരോന്നായിട്ട് വയ്ക്കാം. എൻ്റെ സ്റ്റോർ റൂമിൽ കാലിയായ ഗ്യാസ് സിലിണ്ടറൊക്കെ വയ്ക്കുന്ന ഭാഗത്താണ് എലിയുടെയും പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത്. അവിടെ ഞാൻ ഈ മരുന്ന് ഒരു പാത്രത്തിൽ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗവിൻ്റെ ഭാഗത്തുമൊക്കെ പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം നല്ലതുപോലെ ഉണ്ടാവാറുണ്ട്. എത്ര ക്ലീൻ ചെയ്തിട്ടാലും രാവിലെ ആകുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. സ്റ്റൗവിനടിയിലേക്ക് ഞാനൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മരുന്ന് കഴിച്ച് പല്ലിയും പാറ്റയൊക്കെ ചത്ത് എടുക്കുന്നത് ലാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഈ ടിപ്പ് ചെയ്യാൻ നമുക്ക് നല്ല പുളിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് വേണ്ടത്. കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പും ചേർക്കാം. പക്ഷെ കല്ലുപ്പാണ് ഇതിനൊക്കെ ഏറ്റവും നല്ലത്. ഉപ്പ് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പ് നല്ലതുപോലെ അലിയിച്ചെടുക്കണം. ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്സാണ് കേട്ടോ ഇതെല്ലാം. അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതുപോലുള്ള വേറെയും ടിപ്സ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഒന്ന് പോയി കാണണേ. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂൺ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 ടാബ്ലറ്റ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഏത് ഗുളിക വേണേലും എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 പാരസെറ്റമോൾ ടാബ്ലറ്റ്സ് ആണ് എടുക്കുന്നത്. ഗുളിക ഒരു പേപ്പറിലേക്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പൊടിച്ചെടുത്ത ഗുളിക കൂടി നമുക്ക് ആ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. റെഡിയാക്കി എടുത്ത നമ്മുടെ മരുന്ന് 1-2 ചെറിയ പാത്രങ്ങളിലേക്ക് പകർന്നു വയ്ക്കാം. ഇനി ഇതിലേക്ക് ടോപ്പിംഗ്സ് ആയിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എലിക്കും പല്ലിക്കും പാറ്റയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് കഞ്ഞിവെള്ളം.
കഞ്ഞിവെള്ള പാത്രമൊക്കെ മൂടാതെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അതിൽ പല്ലിയും പാറ്റയൊക്കെ ചത്ത് കിടക്കാറില്ലേ? അതുപോലെ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ വേസ്റ്റ് പാത്രത്തിൽ നമ്മൾ ഒഴിച്ചു വെക്കുന്ന കഞ്ഞിവെള്ളത്തിൽ എലിയൊക്കെ ചത്ത് കിടക്കാറില്ലേ? കഞ്ഞിവെള്ളത്തിൻ്റെ ആ പുളിപ്പും ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഇവയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇവയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ പല്ലിയുടെയും പാറ്റയുടെയും എലിയുടെയൊക്കെ ശല്യം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകും. ഈ പാത്രങ്ങളും നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് തന്നെ വെക്കാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമ്മുടെ വീടിനകത്തുള്ള എലിയും പല്ലിയും പാറ്റയൊക്കെ കൂട്ടത്തോടെ ചത്തു വീഴും. കുറച്ച് പേരൊക്കെ എൻ്റെ ചാനലിൽ വന്ന് കമൻ്റ് ഇട്ടതാണ്, പല്ലിയും പാറ്റ എലിയൊക്കെ ചത്തു വീഴുന്നത് പറഞ്ഞാൽ മാത്രം പോരാ, ഒന്ന് കാണിക്കുക കൂടി ചെയ്യണമെന്ന്. അപ്പോൾ അത് എല്ലാവരും വന്ന് കണ്ടോ, നമ്മുടെ ഈ മരുന്ന് എത്ര എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ആദ്യം വെച്ച ശർക്കരയും ഹാർപ്പിക്കും ഒക്കെ ചേർന്ന മരുന്നിലാണ് ഒരു പല്ലി വീണ് കിടക്കുന്നത്. പല്ല് ചത്തട്ടില്ല കേട്ടോ, വീണിട്ടേ ഉള്ളൂ. സോപ്പ് പൊടിയും ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത കഞ്ഞിവെള്ളത്തിലാണ് പാറ്റ ചത്ത് കിടക്കുന്നത്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇതുപോലെ തന്നെ റിസൾട്ട് കിട്ടും, ഉറപ്പാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് കഞ്ഞിവെള്ളം കൊണ്ട് എലിയെ തുരത്തി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എലിയെ മാത്രമല്ല കേട്ടോ, പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ പരമ്പരാഗത നശിച്ചു പോകാൻ പറ്റിയ നല്ലൊരു മരുന്നാണിത്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ചോറ് വേണം. 1.5 സ്പൂൺ ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം പേസ്റ്റാണ് കേട്ടോ ഞാൻ ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പേസ്റ്റ് ചോറിലേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചോറിലെല്ലായിടത്തും നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് പിടിച്ച് കിട്ടണം. പേസ്റ്റും ചോറും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാറ്റി വെച്ചേക്കുന്ന കഞ്ഞിവെള്ളം മിക്സ് ചേർത്ത് കൊടുക്കാം. സോപ്പ് പൊടിയും ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത നമ്മുടെ കഞ്ഞിവെള്ളം കുറച്ചായിട്ട് വേണം ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കഞ്ഞിവെള്ളവും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. എലി പല്ലി പാറ്റ എന്നിവയെ കൊന്നൊടുക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കിച്ചണിലോ സ്റ്റോർ റൂമിലോ അങ്ങനെ നമ്മുടെ വീടിനകത്ത് എലിയുടെ ശല്യമുള്ള സ്ഥലത്ത് ഇത് വെച്ചു കൊടുക്കാം. ഞാനിവിടെ കിച്ചൺ സിങ്കിൻ്റെ സൈഡിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. ഇന്നലെ രാത്രിയിൽ വെച്ച നമ്മുടെ ചോറിനടുത്ത് എലിയും പല്ലിയും പാറ്റയൊക്കെ വന്നതുപോലെ കണ്ടില്ലേ, അവിടെയെല്ലാം നാശമാക്കി വെച്ചേക്കുന്നത്. ചോറിലേക്ക് നമ്മൾ പേസ്റ്റും സോപ്പ് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചതാണ്. ഇത് തിന്നു കഴിയുമ്പോൾ എലിക്ക് വല്ലാത്തൊരു പരവേശമൊക്കെ തോന്നി എലി വെള്ളത്തിനായിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പരക്കം പാഞ്ഞ് ഓടിപ്പോക്കോളും. അങ്ങനെ വെള്ളത്തിനായിട്ട് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് നമ്മുടെ വീടിനകത്തൊന്നും എലി ചത്ത് വീഴില്ല കേട്ടോ. അപ്പോൾ എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്